നമസ്കാരം. നൻപകൽ നേരത്തു മയക്കമെന്ന ക്ലാസ് ചിത്രത്തിനു ശേഷം വീണ്ടും ഒന്നിക്കാൻ പോവുകയാണ് മമ്മൂക്ക LGP കോംബോ. വീണ്ടും അവസാനം ഈ ഒരു കൂട്ടുകെട്ട് ഒന്നിച്ചപ്പോൾ 53ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിൽ മികച്ച നടൻ, മികച്ച ചിത്രം എന്നീ അവാർഡുകൾ തൂക്കിയിരുന്നു. എന്നാൽ ഇത്തവണ ഈ ഒരു കോംബോ ഒന്നിക്കുമ്പോൾ ആദ്യ സിനിമയെ പോലെ ഒരു ക്ലാസ് ചിത്രമായിരിക്കില്ലെന്നാണ് അപ്ഡേറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊരു കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് ചിത്രമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പുറത്തുവരുന്ന മറ്റൊരു അപ്ഡേറ്റ് പ്രകാരം ഈ ഒരു ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് മമ്മൂട്ടി കമ്പനി എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ ഇതൊരു കൊമേഴ്ഷ്യൽ ചിത്രമായതുകൊണ്ട് തന്നെ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിട്ടാണ് ഒരുക്കാൻ ഒരുങ്ങുന്നത്. നൻപകൽ നേരത്ത് മയക്കമെന്ന സിനിമയോടൊപ്പം മമ്മൂക്കയോട് കഥ പറഞ്ഞപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ കഥയും മമ്മൂക്ക കേട്ടിരുന്നു. എന്നാൽ ആ സമയത്ത് കോവിഡിന്റെ വരവ് സിനിമാ മേഖലയെ സംബന്ധിച്ച് ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം ഒരുക്കുന്നതിൽ ഒരു തടസ്സമുണ്ടാകുന്ന ഘടകമായിരുന്നു. എന്നാൽ അതിനുശേഷമായിരുന്നു നൻപകൽ നേരത്ത് മയക്കമെന്ന ലോ ബഡ്ജറ്റിലെത്തിയ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രം നിർമ്മിച്ചത്. 2024 അവസാനത്തോടെ ഷൂട്ടിംഗ് ആരംഭിച്ച് 2025 റിലീസ് ചെയ്യാനാണ് ഈ ഒരു ചിത്രം പ്ലാൻ ചെയ്യുന്നത്. നിലവിൽ മമ്മൂക്കയുടെ തിയേറ്റർ റിലീസ് ചെയ്യപ്പെട്ട ടെർബോക്ക് ശേഷം ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്നത് ഗൗതം വാസുദേവ മേനോൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആ ഒരു ചിത്രവും മമ്മൂട്ടി കമ്പനി തന്നെയാണ് നിർമ്മിക്കാൻ പോകുന്നത്. ആ ഒരു ചിത്രത്തിൽ മമ്മൂക്കയുടെ നായികയെത്താൻ പോകുന്നത് നയൻതാരയാണ്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. LGPയുടെ അവസാനം തിയേറ്ററുകളിലെത്തിയ വാലിബന്റെ ക്ഷീണം തീർക്കാൻ LGP മമ്മൂക്ക കൂട്ടുകെട്ടിൽ വീണ്ടും എത്തുന്ന ചിത്രത്തിന് സാധിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യുക. മമ്മൂക്കയുടെ അടുത്തതായി തുടങ്ങാൻ പോകുന്ന ഗൗതം വാസുദേവ് മേനോന്റെ ചിത്രത്തിന് ശേഷം തുടങ്ങാൻ പോകുന്നത് മഹേഷ് നാരായണൻ ചിത്രമായിരിക്കും. അതിനുശേഷമായിരിക്കും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വരിക. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കൂ. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.